സുഹൃത്തുക്കളെ, ആദ്യമായി നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട മരിച്ചുപോയ എൻ്റെ സ്നേഹിതന്മാർക്കും അല്ലാത്തവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അർപ്പിക്കുന്നു. ഹലോ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ മേപ്പാടി എൻ്റെ കാഞ്ഞിലോട് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. പുല്ലുപട്ടെ എൻ്റെ സ്ഥലത്തിൻ്റെ കുറേ ഇപ്പുറമുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ തോട്ടത്തിൽ വന്നതാണ്. ചെറിയൊരു തോട്ടമുണ്ട്. അപ്പോൾ അതിനകത്തിങ്ങനെ നോക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു മാസത്തോളമായി. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സുഖമില്ലാണ്ടായി. ഒരു മാസത്തോളം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്, അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ കമുക് കാര്യങ്ങളെല്ലാം ഒടിഞ്ഞ് കണ്ടില്ലേ. കുറേ നഷ്ടങ്ങളങ്ങനെ കുറേ കാപ്പികളൊക്കെ പോയി. കാപ്പീൻ്റെ മുകളിലേക്ക് എല്ലാം ഒടിഞ്ഞ്, ഏലത്തിൻ്റെ മുകളിലേക്കെല്ലാം ഒടിഞ്ഞ് ആടിയിട്ട് കുറേ നഷ്ടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. കൃഷിക്കാരൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. ഒന്നിലെ വിളവുണ്ടാകുമെങ്കിൽ വില ഉണ്ടാവില്ല, വില ഉണ്ടെങ്കിൽ വിളവുണ്ടാവില്ല, അല്ലെങ്കിൽ കൃഷിനാശം സംഭവിക്കും. ഇതാ കൊടിയൊക്കെ ഇതാ ഉരുണ്ടി ആടി എല്ലാം കിടക്കുന്നു, വള്ളികളൊക്കെ. അങ്ങനെയൊക്കെ കൃഷിക്കാരൻ്റെ കാര്യം അങ്ങനെയാണ്. ആരോട് പറയാൻ, ആരോട് ചോദിക്കാൻ. ഇപ്പോൾ കണ്ടില്ലേ, പുത്തുമല ഉരുൾപൊട്ടത്തിൽ മൊത്തം നഷ്ടപ്പെട്ടു. ഏതായാലും നമുക്ക് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇവിടെയൊക്കെ അതിൻ്റെ ഒരു ഭീഷണിയുള്ള മേഖലകളാണ്. ഇത്രേ ഉള്ളൂ. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഇത്രേ ഉള്ളൂ. ഓക്കേ. ഏലക്കായൊക്കെ ഇങ്ങനെ കുറച്ചുണ്ട്, കുറച്ചൊക്കെ കായ പിടിച്ചിട്ടുണ്ട്. കൂടുതലൊന്നും എനിക്ക് അതിനെപ്പറ്റി പറയാനില്ല. നിങ്ങൾ കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പഴയ നാടൻകായാണ്. നാടൻകായിലൊന്നും വലിയ വിളവൊന്നും ഇപ്രാവശ്യം ഇല്ല. ഞാനിപ്പോൾ ഞെള്ളാണി കുറച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ ഇതെല്ലാം മാറ്റിയിട്ട് അത് തന്നെ പിടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് പിന്നെ അന്ന് തൈ കിട്ടാനില്ലാത്ത സമയത്ത് നമ്മൾ വെച്ച തൈയാണ്. കണ്ടില്ലേ, എല്ലാം ഒടിഞ്ഞ് എല്ലാം ഭയങ്കര നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു മാസം കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ പൂരം നഷ്ടങ്ങളാണ്. എന്തായാലും കാപ്പിക്കുരു കൊഴിഞ്ഞു പോകുന്ന എന്തോ ഒരു അസുഖമുണ്ട്. അതിൻ്റെ ചുവട്ടിൽ കുറേ കാപ്പിക്കുരു കൊഴിഞ്ഞു കിടക്കുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. വെള്ളത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വയലാണല്ലോ, അതൊരു വയൽ പ്രദേശം പോലുള്ള സ്ഥലമാണ്. കാനം കയറിയിട്ടാണ് ഇവിടെ കയറി കിടക്കുന്നത്. അത്യാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നനച്ച്, മോട്ടർ കൊണ്ടൊക്കെ നനച്ച് കുറേ കായൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ പിടിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ കൊഴിച്ചിൽ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഈ കമ്പിച്ചീർ എന്നാണ് പറയുക. ഈ തളുപ്പ് വരുന്നതിന് കമ്പിച്ചീർ എന്നാണ് പറയുക. കണ്ടില്ലേ, അതെല്ലാം നമ്മൾ ഒടിച്ചു കൊടുക്കണം. എന്നാലേ അതിൻ്റെ പുതിയ
കായുണ്ടാവുന്ന റക്ക എന്നാണ് പറയുക. ഇതാ ഇതിനൊക്കെ റക്ക എന്ന് പറയുക. ഈ റക്ക വളരണമെങ്കിൽ ഇങ്ങനെയുള്ള മെയിൻ തണ്ടിയിൽ നിന്ന് വരുന്ന ഇതെല്ലാം ഒടിച്ചു കൊടുത്ത് അവനെയൊക്കെ പാകപ്പെടുത്തി നിർത്തിയാൽ അടുത്ത പ്രാവശ്യത്തേക്ക് പൂവും മുട്ടുമൊക്കെ ഉണ്ടാവുള്ളൂ. അതിങ്ങനെയെല്ലാം ഒടിച്ച് 2 മാസം കൂടുമ്പോഴത്തേക്കും ഇത് വളരും, പുതിയ ഇത് വരും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒടിച്ച് മാറ്റി കൊടുക്കും. ചൂരൽമലയിൽ എൻ്റെ സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെ കുറേ ആൾക്കാരും മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ട് എനിക്ക് പോകാൻ എത്തൂല, അങ്ങോട്ടാരും കടത്തി വിടുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയൊരു കാര്യങ്ങളാണ്. എൻ്റെ സുഹൃത്തൊരു ശ്രീനിവാസൻ, എൻ്റെ കൂടെ പഠിച്ച അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം അതിദാരുണമായിട്ടാണ് മരിച്ചത് എന്ന് ഞാൻ അറിഞ്ഞത്. അതുപോലെ എൻ്റെ സുഹൃത്തിൻ്റെ മരുമോള് നീതു, അവളും മരിച്ചു. എന്തിനാണിങ്ങനെ ശിക്ഷകൾ കൊടുക്കുന്നത് ദൈവം? എനിക്ക് പലപ്പോഴും ചോദ്യം കിട്ടാത്തൊരു ചിഹ്നമായിട്ടിരിക്കുന്നു, ഉത്തരം കിട്ടാത്ത. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാവും. നമ്മളെന്തിനാണ് കൂടുതൽ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓക്കെ.